ജമാഅത്തെ ഇസ്ലാമിയുമായി സിപിഎമ്മിന് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥികളെ നോക്കി പിന്താങ്ങുന്ന നിലപാടാണ് സംഘടനയുടേത്. പൊന്നാനിയിൽ ടി.കെ. ഹംസയ്ക്ക് നൽകിയ പിന്തുണ എം.ടി. ഗംഗാധരന് നൽകിയില്ല. മാനദണ്ഡം എന്താണെന്ന് ആലോചിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. നിങ്ങളന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു. ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ പിന്താങ്ങിയിട്ടുണ്ടാകാം. ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇപ്പോഴതാണോ? പ്രിയങ്ക ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത്? എന്ത് പറയാനുണ്ടായി കോൺഗ്രസിന്? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിന്തുണ പരസ്യമായി വരുമ്പോ പ്രതികരിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ? അർജുൻ കല്യാട് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളിയാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെ തിരിച്ചടിച്ചത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. വിനിത, അതായത് അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് UDF-നെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. SDPI ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ കൈപ്പറ്റി തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടിവരയിട്ടുകൊണ്ട് പ്രസ്താവിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ അത് അഭിമാനപൂർവ്വം അല്ലെങ്കിൽ SDPIയുടെയും ജമാഅത്തിയുടെയും വോട്ട് വാങ്ങിയാണ് ഇത്തരത്തിൽ താൻ അല്ലെങ്കിൽ UDF പാലക്കാട് വലിയ രീതിയിൽ വിജയം കൈവരിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് ഉദ്ധരിച്ചുകൊണ്ട് അതിനുശേഷം തുടർച്ചയായ രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഈ SDP ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ വാങ്ങി തന്നെയാണ് പാലക്കാട് വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ LDF ഒരു കാലത്തും ഇത്തരത്തിൽ SDP-യുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വോട്ടുകൾ കൈപ്പറ്റിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും അവർ ഈ പൊതു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ പ്രസ്താവന നടത്തും. അത്തരത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥികളെ മുൻപത്തെ പല തെരഞ്ഞെടുപ്പുകളിലും അത്തരത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്നെ ആർജവത്തോടു കൂടിയുള്ള നിലപാടാണ് ഇടതുപക്ഷവും CPIM-ഉം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള പ്രതികരണമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഈ ടി.കെ. ഹംസയും അതുപോലെ തന്നെ നടന്നിട്ട് ടി.കെ. ഹംസയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദാഹരണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. തലശ്ശേരിയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ EMS പരസ്യമായി RSSന്റെ പിന്തുണ CPM-നോ ഇടതുപക്ഷത്തിനോ വേണ്ട എന്ന പരസ്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വർഗീയ ശക്തികളോട് ഒരു കാലത്തും സന്ധി ചെയ്യുന്ന ഒരു സമീപനം CPM-ഉം ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം കൂടി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയിട്ടുള്ള വിജയം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വ്യക്തമാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.